ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് വൈകിക്കണ്ട ചേട്ടാ, ഈ ബാഗും എടുത്ത് വേഗം വിട്ടോ. അല്ല, ദേവി എവിടേക്കാ? ഞാൻ ക്ഷേത്രത്തിൽ പോവാ. കുറച്ചു കഴിയുമ്പോ ക്ഷേത്ര ദർശനത്തിനായി ധാരാളം ഭക്തർ വരുമല്ലോ, അവരെയും കാണാം. മിടുക്കി കുട്ടിയാണല്ലോ. നമുക്ക് വീണ്ടും കാണാം മഹിയേട്ടാ. ഇത് പെയിന്റ് പണിക്ക് വന്ന ആളുകൾ തന്നെയാവും. വേറെ ആരും ഇന്നിവിടെ വന്നില്ലല്ലോ, അവരെ കാണാനുമില്ല. ഒരു ബാഗ് മാത്രം എടുത്തോണ്ട് പോയിന്നല്ലേ പറഞ്ഞത്? അതിനകത്ത് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധികം നേരമൊന്നും ആയിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു കേസ് കൊടുത്താൽ ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. ദുർഗേ, നീ എവിടെയാ? എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണം. ആ ശരി ജനു, ഞാൻ വരാം. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എന്ത് ചെയ്തിട്ടായാലും ആ ബാഗും കൊണ്ട് ഞാൻ വരൂ. ആ, ഇവിടെ വെച്ച് കണ്ടത് നന്നായി. തന്നോടൊരു കാര്യം പറയാണ്ടായിരുന്നു. താൻ എന്നൊരു സ്ഥലം വരെ ഒന്ന് ആക്കോ? അതൊക്കെ ആക്കാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പോരെ? അതിനൊന്നും സമയമില്ല. ഔട്ട് ഹൗസിൽ ആരോ കയറി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോണം. തനിക്ക് പറ്റില്ലെങ്കിൽ ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ഒന്നിനും ഇപ്പൊ സമയമില്ല. തന്റെ റെഡ് ബാഗാണ് മോഷണം പോയത്. ഇതെവിടുന്ന് കിട്ടി? എനിക്ക് കളഞ്ഞു കിട്ടിയതാ. കളഞ്ഞു കിട്ടിയെന്നോ? എവിടുന്ന്? എങ്ങനെ? അതൊക്കെ പിന്നെ പറയാം. ഇപ്പോ സമാധാനായില്ലേ? ഇനിയെങ്കിലും ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കൂ. കുറെ ദിവസമായി പറയണമെന്ന് കരുതുന്നു. ഇന്ന് അതിനോട് ധൈര്യം കിട്ടിയത്. അത് മറ്റൊന്നുമല്ല, എനിക്ക് ചിന്നുവിനെ ഭയങ്കര ഇഷ്ടം. ഇഷ്ടമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഇഷ്ടം. സത്യമായിട്ടും ആ ഇഷ്ടത്തിന് എന്ത് പേരെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇഷ്ടം, പ്രേമം, പ്രണയം, വല്ലാത്തൊരടുപ്പം, എപ്പോഴും കാണണമെന്നൊരു ഫീല്. ഏത് നേരവും ഏത് നിമിഷവും എൻ്റെ മനസ്സിൽ, അല്ല എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ആരെ കണ്ടാലും
അത് നീയായി തോന്നുക. ഒരുപക്ഷെ എന്റെ തോന്നലാവാം. അതെന്താന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഉത്തരവും ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ലവ്. എനിക്ക് ചിന്നു എന്ന ഈ കാന്താരിയോട് പ്രേമ. ഐ ലവ് യു ചിന്നു. പെട്ടെന്നൊരു ഉത്തരം പറയണമെന്നില്ല. താൻ ആലോചിച്ച സമയം പോലെ പറഞ്ഞാൽ മതി. പക്ഷെ ഉത്തരം പോസിറ്റീവായിരിക്കണം. അല്ല, താനെന്തൊന്നും മിണ്ടാത്തെ? അപ്പൊ ഞാൻ പറഞ്ഞൊന്നും അവള് കേട്ടില്ലേ? നഷ്ടപ്പെട്ട ബാഗ് കൈ കിട്ടിയ ഉടനെ അതുമായി അവള് സ്ഥലം വിട്ടു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ബാഗ് എടുത്താൽ മതിയായിരുന്നു. ഇപ്രാവശ്യം ചീറ്റിപ്പോയി. അമ്മേ, ചന്ദ്രാമ്മ എവിടെ? മണിമാല അടങ്ങിയ ബാഗ് കിട്ടി. ദേവി